നമ്മുടെ ക്ലാർക്ക് കോഫി സെർവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ ആരോ വിളിക്കുന്നു. കോഫി ബോയ് ഇവിടെ വാ. ശേഷം ക്ലാർക്ക്, മിസ്റ്റർ ഡ്രൂപ്പ്, ഇതാ വലിയ സ്കിന്നി വാനില ലേറ്റ് വിപ്പില്ലാതെ. നിങ്ങൾക്ക് വിരോധമില്ലെന്ന് കരുതുന്നു. ഞാനിതിൽ കുറച്ച് കറുവപ്പട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അത് നല്ല ഉന്മേഷം നൽകും. ഡ്രൂപ്പ് കോഫി കുടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നെ മിസ്റ്റർ ഡ്രൂപ്പ് എന്ന് വിളിക്കേണ്ടതില്ലെന്ന് അറിയാമല്ലോ. എന്നാൽ നിങ്ങൾ എന്നെയും അങ്ങനെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴേക്കും ആരോ കോഫി ബോയ് അവിടെ നിന്ന് മാറുമെന്ന് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ലെക്സ് ലൂഥർ മീഡിയാസിനോട് സംസാരിക്കുന്നു. ഇന്ന് മെട്രോപോളിസിന് ഒരു നല്ല ദിവസമാണ്. തീർച്ചയായും പ്ലാനറ്റിനും ഭാഗ്യമുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന കാലങ്ങളായുള്ള ചോദ്യത്തിന് നമ്മൾക്ക് ഉടൻ തന്നെ ഉത്തരം ലഭിക്കും. സ്റ്റാർ ലാബിലെ നല്ല ആളുകൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആധുനികമായ ഓർബിറ്റൽ ടെലിസ്കോപ്പ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ലെക്സ്കോപ്പ് നിർമ്മിച്ച 2 ഘട്ടങ്ങളുള്ള ലിക്വിഡ് ഫ്യൂൽ ഉപയോഗിക്കുന്ന ഒരു ലോഞ്ച് വെഹിക്കിളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. മീഡിയാസ് ഒരുമിച്ച് ചോദ്യം ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ലെക്സ് ലൂഥർ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു ചോദ്യം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പിറകിലുള്ള ആ യങ് വുമൺ. ഹലോ ലൂയിസ്. ലൂയിസ് ലെയിനെ അറിയാത്തവർക്കായി, ലൂഥർ ജേർണലിസത്തിൽ സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട് ഈ വനിത. നിന്നെക്കുറിച്ച് മാസങ്ങളായി യാതൊരു വിവരവുമില്ലല്ലോ ലൂയിസ്. നിൻ്റെ സ്റ്റഡീസ് നിന്നെ ബിസിയാക്കിയോ? ഒരു വലിയ സർക്കാർ കരാറിൽ നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ആ റോക്കറ്റ് എങ്ങനെ നിർമ്മിച്ചു എന്നതുപോലെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്തു. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും വലിയൊരു കോൺട്രാക്റ്റ് കിട്ടിയില്ലേ? ഈ പ്രസിഡൻറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടാൽ തിരിച്ചറിയും. ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ടും അയാൾ തിരിച്ചറിഞ്ഞില്ലേ? ഇത് വലിയ വീഴ്ചയാണ്. ഞാൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ അല്ല ലൂയിസിൽ നിന്നും പ്രതീക്ഷിച്ചത്. ശേഷം ലൂയിസ് തൻ്റെ മൊബൈലിലെ വോയിസ് ക്ലിപ്സ് കേൾപ്പിച്ചു കൊടുക്കുന്നു. അതാണ് ബിസിനസ് രീതി. ഞാൻ ഏകദേശം അവനെ ഓവൽ ഓഫീസിൽ തന്നെ ഇരുത്തി എന്ന് പറയാം. അവനെനിക്ക് കടപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ഷാമ്പെയിൻ നിയമപരമായി അതിൽ വ്യക്തമല്ല. അപ്പോൾ നിങ്ങൾ $10 മില്യൺ സ്പേസ് പ്രോഗ്രാം ആരംഭിച്ചു അല്ലേ? അത് ഫെഡറൽ സർക്കാർ $6 ബില്യൺ ഉറപ്പ് നൽകുന്നു. റോക്കറ്റുകൾ വെറും ചവറാണ്. ലൂയിസിൻ്റെ അടുത്ത് നിന്ന് ലെക്സിൻ്റെ സെക്യൂരിറ്റി ഫോൺ തട്ടിപ്പറിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ശേഷം ലൂയിസ്, എന്നാൽ ആർക്കറിയാം, ചിലപ്പോൾ അവ പറന്നേക്കാമെന്ന്. റോക്കറ്റ് ലോഞ്ച് സ്ഥലത്തിനടുത്ത് താമസിക്കാൻ മാത്രം മണ്ടന്മാരായ ആർക്കും തീ പിടിച്ച അവശിഷ്ടങ്ങൾ കൊണ്ട് അടിയേൽക്കുന്നത് അർഹിക്കുന്നതാണ്. എൻ്റെ കയ്യിൽ കോപ്പികളുണ്ട് ലെക്സ്. നിങ്ങൾ ഷാമ്പെയിൻ ആസ്വദിച്ചെന്ന് കരുതുന്നു. കുറഞ്ഞ പക്ഷം മീഡിയ ലെക്സ് ലൂഥറിൻ്റെ അടുത്ത് വരും ചോദ്യങ്ങൾ ചോദിക്കാനായി. ലെക്സ് ഒരു സമയം ഒരാളോട് ഞാൻ സംസാരിക്കുമെന്ന് പറയും. ക്ലാർക്ക് അവിടെ ക്ലീനിങ് ചെയ്യുന്ന ആളുടെ അടുത്ത് പോകും. എന്നിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾക്കിത് എന്നേക്കാൾ നന്നായി ഉപകാരപ്പെടും. അങ്ങനെ ക്ലാർക്ക് അയാൾക്ക് കോഫി കൊടുക്കുന്നു. ആ കോഫി സ്നേഹപൂർവ്വം അയാൾ വാങ്ങി കുടിച്ചതിന് ശേഷം ഇങ്ങനെ ക്ലാർക്കിനോട് പറഞ്ഞു, ഇതിലുള്ള കറുവപ്പട്ട ശരിക്കും ഉണർവ് തരുന്നു. എനിക്കും അത് തോന്നിയിട്ടുണ്ട്. ഈ അവസരത്തിൽ നിങ്ങളും പങ്കുചേരണ്ടേ? അതെ, പക്ഷെ വേണ്ട. എല്ലാത്തിനും ഒരു വ്യക്തത വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ശരി, ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു റിപ്പോർട്ടറല്ല. അതായത് ഇതുവരെ ആയിട്ടില്ല. ഇതൊരു ഇന്ത്യൻ മാത്രമാണ്. ഒരു ഇന്ത്യൻ എങ്ങനെയാണ് ഒരു റിപ്പോർട്ടറാകുന്നത്? അങ്ങനെ ഒരു സ്കോപ്പ് ഉപയോഗിച്ചു. അങ്ങനെ അവിടെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. 3, 2, 1 വി ഹാവ് ലിഫ്റ്റ് ഓഫ്. അങ്ങനെ ആ റോക്കറ്റ് പൊന്തുന്നു. അത് ആകാശത്തേക്ക് എത്തുന്നു. ലൂയിസും ലെക്സും മറ്റാളുകളും നോക്കി നിൽക്കുന്നു. ശേഷം ക്ലീനർ ക്ലാർക്കിനോട് ഇങ്ങനെ പറയുന്നു, അതൊന്നുമല്ല, ഞാൻ അവിടെ കുറേ ഐറ്റംസ് കണ്ടു. എക്സ്പെരിമെൻറ്റ്സ്, വിചിത്രമായ ആയുധങ്ങൾ, കണ്ടെയ്ൻമെൻറ്റ് സെല്ലുകൾ. വിചിത്രമായ ശക്തികളെ ഇല്ലാതാക്കാനാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പർ സ്പീഡ്, ശക്തി, എല്ലാം ഏലിയൻ സ്റ്റഫാണ്. എന്തിനോ വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആർക്കും ഇതെല്ലാം അറിയാമെന്നും. നമ്മൾ യൂണിവേഴ്സിൽ ഒറ്റയ്ക്കല്ല. ശേഷം ക്ലാർക്ക്, എന്നെ അകത്തേക്ക് കൊണ്ടുപോകാമോ? ക്ഷമിക്കണം, എനിക്കതിന് സാധിക്കില്ല. എനിക്ക് ജോലിയുണ്ട്. എൻ്റെ കുട്ടി 1-ാം ക്ലാസ്സിലാണ്. ഒരെണ്ണം കൂടി വരാനുണ്ട്. എൻ്റെ പേര് പുറത്തു വന്നാൽ പ്രശ്നമാകും. ഞാൻ എൻ്റെ ജനങ്ങളെ രക്ഷിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാണ് സംരക്ഷണം വേണ്ടതെന്ന്. ഇറാഖിൽ 2 തവണ സേവനം ചെയ്തിട്ടുണ്ട്. ഒരു ഷാഡോ കണ്ടാൽ എനിക്കറിയാം. നിന്നിലാരോ താല്പര്യം കാണിക്കുന്നുണ്ട്. മോനെ, ശ്രദ്ധിച്ചോളൂ.
പിന്നിൽ ശ്രദ്ധ വേണം. ക്ലാർക്ക് അയാളെ നോക്കി നിന്നു. പെട്ടെന്ന് മുകളിൽ പോയ ആ റോക്കറ്റ് താഴേക്ക് വരുന്നു. ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി. റെക്സ് രക്ഷപ്പെടാൻ ഒരുങ്ങിയപ്പോൾ പോലീസുകാർ അദ്ദേഹത്തിനെ പിടിച്ചു. ഒരു ഫ്ലൈയിങ് മാൻ അവിടെ എത്തി. ആ റോക്കറ്റ് ഭൂമിയിൽ നിന്നും സൂര്യൻ്റെ അടുത്തേക്ക് അദ്ദേഹം വലിച്ചെറിഞ്ഞു. അയാൾ അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. സൂര്യൻ്റെ അടുത്ത് നിന്നിട്ടും അദ്ദേഹത്തിന് സൂര്യൻ്റെ താപമൊന്നും അനുഭവപ്പെടുന്നില്ല. അങ്ങനെ അയാൾ അത്ഭുതത്തോടെ അത് നോക്കി.